വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നേക്ക് ഞാൻ കിടപ്പായിട്ട് 100 ദിവസമായി, അതായത് ഞാൻ എണീച്ചറിഞ്ഞിട്ട് ഇന്നേക്ക് 100 ദിവസം. ഈ 100 ദിവസത്തിൽ കുറേ കഷ്ടപ്പാടും വേദനകളും എല്ലാം ഞാൻ സഹിച്ചു, അതേപോലെ സന്തോഷങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഇടയിലൊക്കെ എന്നെ കത്തുന്ന ഒരു വില്ലൻ ഉണ്ടായിരുന്നു, അതാണ് ബോറിങ്. കുറേ ഞാൻ ബോറടിച്ച് കിടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബോറടിച്ചിരുന്നപ്പോഴാണ് എൻ്റെ ചേച്ചി എനിക്ക് ജേർണലിംഗ് ചെയ്യാൻ ജേർണൽ കിറ്റ് ആദ്യമായിട്ട് മേടിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ജേർണൽ കിറ്റ്സൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. ഇതിലെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ജേർണൽ കിറ്റും ഉണ്ട്, അതേപോലെ എൻ്റെ ചേച്ചി എനിക്ക് മേടിച്ചു തന്ന 2 ജേർണൽ കിറ്റുണ്ട്. ടോട്ടൽ എൻ്റെ 3 ജേർണൽ കിറ്റുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ജേർണൽ കിറ്റിൻ്റെ അത് എന്തൊക്കെ വരുമെന്ന്. ഇതൊക്കെ മേടിച്ചയക്കുന്നത് മീഷോയിൽ നിന്നാണ്. മീഷോയിൽ 250 to 350 റേഞ്ചിൻ്റെ അകത്ത് വരുന്ന ജേർണൽ കിറ്റാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഇത് ഞാൻ ഇതുവരെ ന്യൂസ് ആക്കിയിട്ടില്ല അങ്ങനെ. അപ്പോൾ ഇതിൽ എന്തൊക്കെ വരുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിലാണ് വരുന്നത്. ഇത് തുറക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊരു നോട്ട്ബുക്ക് ഉണ്ട്. ഇത് വന്നിട്ട് സ്ക്വയർ ലൈൻ നോട്ട്ബുക്കാണ്, സ്ക്വയർഡ് നോട്ട്ബുക്കാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിൽ മോർ ദാൻ 200 പേജസ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിൽ പിന്നെ വരുന്ന സാധനമാണ് കാർഡ്സ്, കുറച്ച് കാർഡ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രെയിം, ഇത് ഫ്രെയിമാണ്, ഇതൊരു ഫ്രെയിമാണ്. ഈ നടുക്കത്തെ പീസ് നമുക്ക് എടുത്ത് കളയാൻ പറ്റും. അതേപോലെ തന്നെ അല്ലാത്ത കുറച്ച് കാർഡ്സ്, ഇങ്ങനത്തെ പല പല ഡിസൈനിലുള്ള കാർഡ്സും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ വരുന്നത് നോട്ട് പാഡ്സ് ആണ്. ഇതിൽ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോട്ട് പാഡ്സ് ഉണ്ട്. അതിലൊരു നോട്ട് പാഡ് ഇതാണ്. പിന്നെ വരുന്ന നോട്ട് പാഡ്സ് ഇതും പിന്നെ ഇതുമാണ്. ഇതൊരു മോർ ദാൻ 20 നോട്ട് പാഡ്സ് ഉണ്ട്. പിന്നെ ഉള്ളത് 2 എൻവലപ്സ് ആണ്. പിന്നെ ഇതിലുള്ളത് കുറച്ച് പോസ്റ്റ് കാർഡ്സ് പോലത്തെ സാധനങ്ങളാണ്. ഇങ്ങനത്തെ കുറച്ച് കാർഡ്സ് ഉണ്ട്. പേപ്പേഴ്സാണിത്, സ്ക്രാപ്പ് പേപ്പേഴ്സ് ആയിട്ട് നമുക്കിത് കീറി ഒട്ടിക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ 2 വാഷി ടേപ്സ് ഉണ്ട്. പിന്നെ അതല്ലാതെ വേറെയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേപ്പേഴ്സ് ഉണ്ട്. ഇതിൽ കുറച്ച് തിക്കായിട്ടുള്ള കാർഡ്സ് ഉണ്ട്, ഒരു 3 കാർഡ്സ് ഉണ്ട്. അതല്ലാത്ത വേറെയും സ്ക്രാപ്പ് പേപ്പേഴ്സും ഇതിലുണ്ട്. അപ്പോൾ ഇത്രയാണ്. പിന്നെ ഇതിൽ വരുന്ന മെയിൻ സാധനങ്ങളാണ് സ്റ്റിക്കേഴ്സ്. ഇതിൽ ഡിഫറെൻ്റ്, അത് നമ്മൾ വാങ്ങിക്കുന്ന കിറ്റ് അനുസരിച്ചായിരിക്കും ഇതിൽ വരുന്ന സ്റ്റിക്കേഴ്സ് ഉള്ളത്. ഇതൊരു സെറ്റ്, ഇത് ഒരു പർപ്പിൾ കളർ സെറ്റാണ് ഇത് വന്നിട്ട്. പിന്നെ ഉള്ളത് എൻ്റെ കയ്യിലുള്ളത് ഒരു ബ്ലൂ ഷെയ്ഡാണ്. ഇത് ബട്ടർഫ്ലൈ തീമിലുള്ള ഒരു ബുക്ക് സെറ്റാണ്, ജേർണലിംഗ് കിറ്റാണ്. ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് കുറച്ച്. പിന്നെ ഞാൻ ചെയ്ത് തീരാറായ ഒരു ഇതാണ് ഇത്. ഇതിൽ വന്നിട്ട് സ്റ്റിക്കേഴ്സ് ഓൾമോസ്റ്റ് എല്ലാം തീരാറായി. ഇനി കുറച്ചും കൂടെ ചെയ്ത് ആ ബുക്കും കംപ്ലീറ്റ് ആകും. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ഈ 100 ദിവസത്തിൽ ചെയ്ത ഒരു കാര്യം ബോറടിച്ചപ്പോൾ. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് കേൾക്കുക. കുറേ പാട്ടുകൾ, അതായത് നമ്മൾ സ്പോട്ടിഫൈയിൽ കേൾക്കുന്ന കുറേ പാട്ടുകൾ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ അതിങ്ങനെ ശ്രദ്ധിച്ച് കിടക്കും. അത് കാരണം കുറേ മണിക്കൂർ അങ്ങനെയും പോയി കിട്ടും. ഇതൊക്കെ കഴിഞ്ഞ് ഫാമിലിയുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും. അപ്പോൾ അവരുടെ കൂടെ ചിരിയും കളിയായിട്ട് കുറേ ടൈം അങ്ങനെ പോകും. പിന്നെ ഉള്ളത് ഫിസിയോ തെറാപ്പിക്ക് ആൾ വരുമ്പോൾ അതിൻ്റെ പിറകെ പോകും. അങ്ങനെയും കുറച്ച് ബോറടി മാറിക്കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഈ 100 ദിവസത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ കമൻറ്റ്. ബൈ ബൈ.